ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് ഇപ്രാവശ്യം ഒരു അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മലബാർ മേഖലയിൽ സുലഭമായി കിട്ടുന്ന കല്ലുമ്മക്കായ് വെച്ചിട്ടാണ്. ഹസ്ബൻഡിൻ്റെ ചേച്ചിയും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം പുറത്തോട്ട് പോയപ്പോഴേക്കും വലിയ കല്ലുമ്മക്കായ് ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുത്ത കല്ലുമ്മക്കായാണിത്. ഇത് നമുക്ക് പച്ചക്കും പൊളിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അഴുക്ക് കളയാം. ഉള്ളിൽ ഇതുപോലെ ഒരു നാരുണ്ടാവും, അത് നമുക്കൊരു കത്രിക വെച്ച് കട്ട് ചെയ്യാം. അതുപോലെ പുറകിലൊരു വെള്ള നൂല് പോലെ കാണാം, അതും വലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കറുപ്പ് അഴുക്കുണ്ടാവും, അതും കൂടി എടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കില്ല. അപ്പോൾ ഒരു വെള്ളം കല്ലുമ്മക്കായ് എന്ന് പറയുന്നത് അത് അരിച്ചെടുത്തതിന് ശേഷം ഈ വൃത്തിയാക്കിയ കല്ലുമ്മക്കായ് ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയ കല്ലുമ്മക്കായിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് ചതച്ചെടുത്തതാണ്, പേസ്റ്റല്ല. അതിനുശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതിലൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കല്ലുമ്മക്കായിൽ ഓൾറെഡി ചെറിയൊരു ഉപ്പിൻ്റെ അംശം കൂടി ഉണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ കയ്യിലില്ലാത്തവർ നമ്മുടെ സാധാരണ അരിപ്പൊടി ചേർത്താൽ മതി. അതിനുശേഷം ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കും. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിലോട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ് ഒരു വശം മുരിഞ്ഞ് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ 2 വശവും ഓൾറെഡി നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.